നമ്മൾ നോൺ വെജും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്തൊരു മസാലയാണ് ഗരം മസാല അല്ലേ. അപ്പോൾ നമ്മൾ മിക്കവാറും കടയിൽ നിന്നൊക്കെ ആയിരിക്കും വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഗരം മസാല ഉണ്ടാക്കാം. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ഫ്ലേവറുള്ള ഗരം മസാല ആയിരിക്കും നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ അത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഗരം മസാലേനെ കുറിച്ചിട്ട്, അതായത് മസാല പൗഡറല്ല, മസാലയെ കുറിച്ചിട്ട് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് കാണാം, ഇല്ലാന്നുള്ളവർ റെസിപ്പി മാത്രം നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് ഞാൻ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അടുത്ത പ്രാവശ്യം റെസിപ്പി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള കുറിപ്പൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ചേർത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതും കൂടെ ചേർത്ത് കാണാം. അപ്പോൾ എന്തായാലും ഞാനൊരു ചട്ടി, ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അതിലേക്ക് ഞാൻ പട്ടയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ പട്ട ഏകദേശം ഈ ഒരു അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവ് എനിക്ക് പറയാനറിയില്ല. അപ്പോൾ അതാ ഈ ഒരു ഏകദേശം ഒരു 5-6 കഷ്ണം ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ നല്ല ഫ്ലേവറുള്ള പട്ടയാണ്, അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പട്ടയുടെ ഒരു ഫ്ലേവർ ഉണ്ടാവുമല്ലോ, ഒരു മണം ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് നല്ല ഫ്ലേവറുള്ള പട്ടയാണെങ്കിൽ ഒരുപാട് എടുക്കാൻ പാടില്ല. അതിനനുസരിച്ചിട്ട് കുറച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. എണ്ണയൊന്നും ഇടേണ്ട ആവശ്യമില്ല, വെറുതെ നമ്മൾ ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കുക. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കുക. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഏത് മസാലയാണെങ്കിലും കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് ചൂടാക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാം. പക്ഷേ അത് സ്ലോ ആയിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും അതിൻ്റെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇടുന്നത് ഏലക്കയാണ്. ഏലക്ക ഏകദേശം ഒരു 10 ഏലക്കായ ഉണ്ടാവും. അപ്പോൾ അതും നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കാട്ടോ. ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു ഏലക്കായുടെ ഒരു പച്ച മണം മാറിയിട്ട് നല്ലൊരു മണം വരാൻ തുടങ്ങും. അപ്പോൾ അതുവരെ നമ്മളൊന്ന് ചട്ടിയിലിട്ടിട്ട് ചൂടാക്കാം. അപ്പോൾ അതും നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ ചൂടാക്കുന്നത് ഗ്രാമ്പുവാണ്. അപ്പോൾ ഗ്രാമ്പു ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് സ്പൂണിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പോൾ ഏകദേശം ഒരു 10-15 ഗ്രാമ്പു ഉണ്ടാവും. അപ്പോൾ ഗ്രാമ്പൂവിന് നല്ല മണമാണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മണമാണ്. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. നിർബന്ധമൊന്നുമില്ല, ഇത്ര വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അധികം ആവാൻ പാടില്ല. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഞാൻ 3 ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ് സ്പൂണിലാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ നന്നായിട്ടൊന്ന് നമ്മൾ ഏത് സ്പൈസസ് ആണെങ്കിലും നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്പൈസസിൻ്റെ മാക്സിമം അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. എണ്ണ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ വെറുതെ ഒന്ന് ചൂടാക്കുന്ന സമയത്ത് തന്നെ ഈ സ്പൈസസിൻ്റെ പുറത്തെ തോടിൽ നിന്നും അതിൻ്റെ എസെൻഷ്യൽ ഓയിൽ എന്ന് പറയും, അത് പുറത്ത് വരാൻ തുടങ്ങും. അപ്പോൾ അതാണ് അതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്പൈസസ് ചൂടാക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ ഏത് മല്ലിയാണെങ്കിലും മുളകാണെങ്കിലും നമ്മൾ ചൂടാക്കിയിട്ടല്ലേ എടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ ഒരു ഫ്ലേവറും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ചൂടിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു മണമൊക്കെ മാറി നമ്മൾ കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അത് ഏതാണെങ്കിലും, ഇത് മാത്രമെന്നല്ല, ഏതാണെങ്കിലും നമ്മൾ ഉണക്കമുളകാണെങ്കിലും ശരി, മല്ലി പൊടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടാക്കില്ലേ, അങ്ങനെയാണെങ്കിലും ശരി, കരിഞ്ഞു പോവാതെ കറക്റ്റായിട്ടുള്ള ചൂടിൽ ഒരേപോലെ നമ്മളത് ചൂടാക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ പെരിഞ്ജീരകം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ജാതിപത്രിയാണ്. ജാതിപത്രിയുടെ ഒരു പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന എല്ലാത്തിനും, ഇതിപ്പം തക്കോലമാണ്, അതേപോലെ ജാതിക്ക, ഇത് 3 ഞാൻ ഒന്നിച്ചാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. ഇതിന് 3നും നല്ല സ്ട്രോങ് ആയിട്ടുള്ള മണമാണ്. ഭയങ്കര നല്ല ഇത് കുറച്ച് അധികമായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഗരം മസാല അതിൻ്റെ ഫ്ലേവർ ആയിരിക്കും മുഴുവനായിട്ടും കിട്ടുക. അപ്പോൾ നമ്മളിത് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന എല്ലാ സ്പൈസസിനും
ഒരേ ഫ്ലേവർ ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ ജാതിക്ക പല കമ്പനിയുടെ പ്രോഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഫ്ലേവർ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ക്വാളിറ്റി കുറഞ്ഞതിന് ഫ്ലേവർ കുറവായിരിക്കാം, ക്വാളിറ്റി കൂടിയതിന് അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ജാതിക്കയ്ക്ക് നല്ല ഫ്ലേവർ ഉണ്ട്, നല്ല മണമാണ്. അത് പൊട്ടിച്ച സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ഒരു സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/4 ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതേപോലെയാണ് ജാതിപത്രിയും തക്കോലത്തിനും നല്ല സ്ട്രോങ് ഫ്ലേവറാണ്. അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചിട്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്പൈസസിൻ്റെ ആ ഒരു ഫ്ലേവറിനനുസരിച്ചിട്ട് നിങ്ങളതിൽ എണ്ണത്തിൽ വ്യത്യാസം വരുത്താം. ഇപ്പം ഞാൻ ചേർത്തിട്ടുള്ളത് ഷാജീരകമാണ്, അതായത് ബിരിയാണി ജീരകം എന്ന് പറയും. അപ്പോൾ ഈ ഷാജീരകം ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഗരം മസാല ചേർക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഈ ഷാജീരകം ചേർത്ത് കൊടുത്താൽ മതിയാവും. അല്ല നമ്മൾ കറിയിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇതൊന്നും നിർബന്ധമൊന്നുമല്ല. നമ്മുടെ ഈ ജാതിക്കയാണെങ്കിലും ജാതിപത്രി ആണെങ്കിലും ചെറിയൊരു കഷ്ണം ഇട്ടാൽ കൊടുത്താലേ മതിയാവും കറിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പക്ഷേ അതൊക്കെ നിർബന്ധമാണ്, അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വേണം ബിരിയാണിക്ക്. അപ്പോൾ നമ്മുടെ ഷാജീരകം ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതേപോലെ ഒരു 10 കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ സാധാരണ ജീരകം, ക്യുമിൻ സീഡ്സ് എന്ന് പറയുന്ന സാധാരണ ജീരകം, പിന്നെ പോപ്പി സീഡ്സ്, ഇത്രയാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇത് 3 നിർബന്ധമല്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചെയ്യുവാണെങ്കിൽ ഇത് ചേർക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, കാരണം ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ കരിഞ്ഞു പോവും. അപ്പോൾ നല്ല ചൂടായിട്ട് ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ആ ചൂടിൽ തന്നെ ഇതൊന്ന് ചൂടാക്കി എടുക്കുവാണ്. അപ്പോൾ കുരുമുളകിന് നമ്മൾ അല്ലെങ്കിലും കറിയിലൊക്കെ കുരുമുളക് നമ്മൾ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഗരം മസാല ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണക്കമുളക് ചേർക്കാറുണ്ട്, മല്ലി ചേർക്കാറുണ്ട്. അതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ചേർക്കുന്നതിൻ്റെ ഗരം മസാല അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അതിൽ വ്യത്യാസം വരും. അപ്പോൾ അത് ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ പല സ്ഥലത്തും പല രീതിയിലാണ് ചെയ്യാറ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുരുമുളകും ജീരകവും പോപ്പി സീഡൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോപ്പി സീഡൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ, സൂക്ഷിക്കാം. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ചൂടാക്കിയിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ വലിയ വലിയ പീസൊക്കെ പൊടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ മിക്സിയുടെ ജാറിനകത്ത് ഒട്ടും വെള്ളം പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മസാലപ്പൊടി കേടായി പോകും, പിന്നെ പുഴുവൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്, ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ ഗരം മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഇനിയും നല്ല ഫൈൻ പൗഡറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ നല്ലൊരു ഫ്ലേവറുള്ള, അപ്പോൾ വീട് മുഴുവനും നല്ല മണമാണ്. അപ്പോൾ നല്ല ഫ്ലേവറുള്ള ഒരു ഗരം മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കറികളിൽ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫ്ലേവറിനനുസരിച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചിലപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ ഗരം മസാല ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹോം മെയ്ഡ് ആണെങ്കിൽ ഞാനത് സ്പെസിഫൈ ചെയ്യും എൻ്റെ വീഡിയോനകത്ത്. ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഗരം മസാലയാണെന്ന് പറയും. കടയിൽ നിന്ന് വാങ്ങുന്നതിന് അത്ര വലിയ ഫ്ലേവറൊന്നും കാണില്ല, കാരണം അതിനകത്ത് അവർ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് വലിയൊരു ഫ്ലേവർ കാണില്ല. അപ്പം നമ്മൾ സാധാരണ മുളക് പൊടിയൊക്കെ ഇടുന്ന അതേ അളവിൽ നമുക്ക് ആ ഗരം മസാല ഉപയോഗിക്കാം. പക്ഷേ വീട്ടിലുണ്ടാക്കുന്നത് അങ്ങനെയല്ല, നല്ല ഫ്ലേവറുള്ള ഗരം മസാലയാണ്. അപ്പോൾ അതിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാം, വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഗരം മസാല ആണെങ്കിൽ ഞാനത് പറയുന്നതായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇത് സൂക്ഷിച്ച് വെക്കുന്നത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നിങ്ങൾക്ക് അടച്ചു വെച്ച് നന്നായിട്ട് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പം ചെറിയ ചെറിയ ബാച്ചായിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴായിരിക്കും നല്ല ഫ്ലേവറോട് കൂടിയിട്ട് നിങ്ങൾക്ക് മസാല കിട്ടുക. അപ്പോൾ ബൾക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും ചെറിയ ബാച്ചായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നമ്മൾക്ക് കിട്ടുന്ന ഹോൾ സ്പൈസസ് എന്ന് പറയുന്ന, അതായത് ഗരം മസാല എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത് ഇതുപോലുള്ള ഇതാണ് പട്ട എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇത് ശരിക്കും പട്ട അല്ല, ഇതാണ് ശരിക്കും പട്ട. ഇതുപോലെ റോൾ ചെയ്തിട്ടുള്ളതാണ് സിനമൺ എന്ന് പറയുന്ന, ഇതാണ് സിനമൺ. ശരിക്കും പട്ട എന്ന് പറയുന്നത് ഇതാണ്. അപ്പം അതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഇതിന് കനം വളരെ കുറവാണ്, നേർത്തതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കൈകൊണ്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു കനം. പക്ഷെ അത് മറ്റേത് അങ്ങനെയല്ല.
അപ്പോൾ എനിക്കും മറ്റേതാണ് കിട്ടുന്നത്. അപ്പോൾ അത് ഒറിജിനൽ പട്ട അല്ലാന്നറിയാം, പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അത് തന്നെയാണ് ഞാനും ഉപയോഗിക്കാറ്. അപ്പം ഇതുപോലുള്ള പട്ട കിട്ടുവാണെങ്കിൽ നമ്മൾ വാങ്ങിച്ച് വെക്കുക കേട്ടോ. ഒറിജിനൽ പട്ട അതാണ് ശരിക്കും. അപ്പോൾ ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിളിൽ കണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ താഴെ കമൻറ്റിൽ പറയാം കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്കറിയില്ല, ഞാൻ ന്യൂസ് പേപ്പറിൽ കണ്ടത് മാത്രം ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ വാങ്ങി വയ്ക്കുക. അപ്പോൾ ഈ ഒരു പട്ട, അതായത് ഈ ഒറിജിനൽ പട്ടയുടെ ഫ്ലേവർ എന്ന് പറയുന്നത് വളരെ അധികമാണ് മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ. നിങ്ങൾക്കത് മണത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മണമാണ് ഈ ഒരു പട്ടയ്ക്ക്. അപ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഗരം മസാല ചെയ്യാൻ എടുക്കുമ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഒറിജിനൽ പട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അളവിൽ ചെറുതായിട്ട് വ്യത്യാസം വരുത്താൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതാണോ കയ്യിലുള്ളത് അതിനനുസരിച്ചിട്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഏലക്കായുടെ കാര്യത്തിലാണ്. അപ്പോൾ ഏലക്കായ 2 തരത്തിലുള്ള ഏലക്കായ ഉണ്ട്. ഒന്ന് കറുപ്പ് കളറിലുള്ള, അതായത് ബ്ലാക്ക് കാർഡം എന്ന് പറയുന്ന ഒരെണ്ണം. അതേപോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ ഏലക്കായ, ഇതുപോലെ പച്ച കളറിൽ കിട്ടുന്ന ഏലക്കായ. ഇപ്പോൾ 2 തരത്തിലുള്ള ഏലക്കായ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും സാധാരണ ഒറിജിനൽ ഗരം മസാല നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് രണ്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സാധാരണ നോർത്ത് ഇന്ത്യൻസ് അവർ ഈ കറുത്ത ഏലക്കായ ഉപയോഗിക്കാറുണ്ട് കറികളിലൊക്കെ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഇതുപോലുള്ള ഏലക്കായ കിട്ടാറുണ്ട്. ശരിക്കും ഈ പച്ച കളറുള്ള ഏലക്കായ തന്നെയാണ് ഇത്. ഞാൻ വാങ്ങിക്കുമ്പോൾ പച്ച കളറായിരുന്നു. അപ്പോൾ അത് ഡ്രൈ ആയിട്ട് ഈ ഒരു കളറിൽ വന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ കണ്ടിട്ട് എന്താണ് കൺഫ്യൂഷൻ ആവണ്ട. ഇത് ആ ഏലക്കായ തന്നെയാണ്. അപ്പോൾ അത് ഉണങ്ങിയതാണ്. അപ്പം നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഈ രീതിയിലുള്ള ഏലക്കായാണ് എടുക്കാറ്. അപ്പോൾ നിങ്ങൾ കറുത്ത ഏലക്കായ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ പച്ച ഏലക്കായിൽ കുറവ് വരുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ചെടുത്താൽ മതിയാവും. അതിന് കുറച്ചും കൂടെ ഫ്ലേവർ അധികമാണ്. അപ്പോൾ അത് ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ ഇതിനനുസരിച്ചിട്ടൊന്ന് കുറയ്ക്കണം. പിന്നെ ഉള്ളത് ഷാജീരകമാണ്. ഷാജീരകം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ബിരിയാണിയിൽ എടുക്കുന്ന ജീരകമാണ്. വളരെ ചെറിയ ജീരകമാണിത്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ ക്യുമിൻ സീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ കറികളിലൊക്കെ എടുക്കുന്ന സാധാരണ ചെറിയ ജീരകമാണിത്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ കാണിച്ചു തരുന്നത്. പിന്നെ ഉള്ളത് പെരുംജീരകമാണ്. പെരുംജീരകം വലിയ ജീരകമാണ്, അതായത് പച്ച കളറിലുള്ള ജീരകം. ഇതാണ് 3 ടൈപ്പിലുള്ള ജീരകമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കാറുണ്ട്. ഷാജീരകം, ചെറിയ ജീരകം, പെരുംജീരകം. ഇത് 3 തരത്തിലുള്ള ജീരകം. പറയാനുള്ളത് തക്കോലമാണ്. തക്കോലത്തിന് നല്ല ഫ്ലേവർ ഉണ്ടാവും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവർ ഉള്ളതാണ് തക്കോലം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് 1 or 2 ഇങ്ങനെ ഇതളായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് അത് മാത്രം ചേർത്താൽ മതിയാവും. ഒരുപാട് ഫുള്ളായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന തക്കോലത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടും അതിൽ വ്യത്യാസം വരും. ചിലപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. അതേപോലെയാണ് ഈ ജാതിപത്രിയുടെ കാര്യം. അപ്പോൾ ജാതിപത്രിക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. അപ്പം ഇതുപോലെ ഒരു മുഴുവനായിട്ടുള്ളൊരു ജാതിപത്രി ആയിരുന്നു. ഞാൻ കഷ്ണങ്ങളാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഒന്നിക്കിൽ ഒരു വലിയ പീസ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 ചെറിയ പീസസ് എടുത്താൽ മതിയാവും. അപ്പോൾ ഒരുപാട് ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതും ഭയങ്കരമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്ലേവറുള്ള സ്പൈസാണ്. അതും കുറച്ച് ചേർത്താൽ മതിയാവും. പിന്നെ ജാതിക്കയാണ്. ജാതിക്ക ഇതേപോലെ തന്നെയാണ്. ചില ജാതിക്ക ഒട്ടും മണം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ജാതിക്കയുടെ ഒരു 1/4 ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് നല്ല മണമുള്ള ജാതിക്കയാണ്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ജാതിക്കേൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കാം. അപ്പം ചിലപ്പോൾ ജാതിക്കയ്ക്ക് അധികം മണം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു പകുതി വരെ ഇതിനകത്തുനിന്ന് ചേർക്കാം. അപ്പോൾ ഞാനത് പൊടിച്ചപ്പോൾ ഇത്രയും കഷ്ണം മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് വ്യത്യാസം വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഗരം മസാല അധികം ഒരു ടേസ്റ്റ് കാണില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സത്താൻമേനെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്